വൈത്തിരി ചുണ്ടയിലെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ നാസറിന്റെ മരണം അത് കൊലപാതകമാണെന്ന് വൈത്തിരി പോലീസ് കണ്ടെത്തി. അബ്ദുൽ നാസർ എന്ന ഓട്ടോ ഡ്രൈവർ വാഹനം ഓടിച്ചു വരവേ അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പം പോലീസും നാട്ടുകാരും പറയുന്നത്. പ്രതികളായി പുത്തൂർ വയലിലെ സുമിൻ ഷാദിനെയും അദ്ദേഹത്തിന്റെ സഹോദരൻ അജിൻ ഷാദിനെയും വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തു. സുബിൻ ഷാദിന് 25 വയസ്സേ ഉള്ളൂ. സഹോദരൻ അജിൻ ഷാദിന് 20 വയസ്സേ ഉള്ളൂ. ഇവരുടെ പിതാവ് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. അത് എസ്റ്റേറ്റ് പള്ളിക്കും അടുത്താണ് ആ സംഭവം, ആ ഹോട്ടൽ നടത്തുന്നത്. ആ ഹോട്ടലില് മുൻവശത്ത് ആരോ രാത്രിയില് കൂടോത്രം ചെയ്തു എന്തോ കുഴിച്ചിട്ടു എന്ന് CCTV ദൃശ്യത്തിൽ കണ്ടു. പ്രതികളിലായ സുമിൻ ഷാദിന്റെയും അജിൻ ഷാദിന്റെയും പിതാവ് ചുണ്ടൽ വെള്ളംകൊല്ലിയിലാണ് ഒരു ഹോട്ടൽ നടത്തുന്നത്. അതിന്റെ പേര് മജ്ലിസ് ഹോട്ടൽ എന്നാണ്. ആ ഹോട്ടലിന്റെ മുൻവശത്താണ് രാത്രിയിൽ ആരോ കൂടോത്രം കുഴിച്ചിടുന്നത് CCTV ദൃശ്യത്തിൽ കൂടി കാണുന്നത്. ഹോട്ടൽ നല്ല രീതിയിൽ നടത്തുന്ന ഹോട്ടലാണ്, നല്ല ബിസിനസ് ഉള്ള ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ബിസിനസ് നശിക്കാൻ വേണ്ടിയിട്ട് ആണ് ആരോ കൂടോത്രം കുഴിച്ചിട്ടത് എന്ന് പറയുന്നുണ്ട്. ഇത് CCTV ദൃശ്യത്തിൽ കണ്ടതുകൊണ്ട് അവര് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. കാരണം അത് കുഴിച്ചിട്ട ആളെ വ്യക്തമല്ല, എങ്കിലും അവർ സംശയിക്കുന്നത് അബ്ദുൽ നവാസ് എന്ന ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഓട്ടോ ഉണ്ട്. ഇതിലേക്ക് നാട്ടുകാര് വളരെ കൃത്യമായ ചില തെളിവുകൾ പോലീസിന് കൊടുത്തു. അങ്ങനെയാണ് ഇവരെ അറസ്റ്റിലേക്ക് വന്നത്. ചുണ്ടൽ എസ്റ്റേറ്റ് പള്ളിക്ക് സമീപം ഈ ഒന്നാം പ്രതി സുമിനെ ജീപ്പിട്ട് കാത്തു നിൽക്കുന്നത് നാട്ടുകാർ പലരും കണ്ടു. ജീപ്പിനകത്ത് ഈ സുമി ഷാദുണ്ട്. CCTV ദൃശ്യത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു നാട്ടുകാര്. അയാൾ അവിടെ വെറുതെ വെയിറ്റ് ചെയ്യാണ്, വാഹനം ഇട്ടിട്ട്. എന്തോ എങ്ങോട്ടോ പോകാനുള്ള ഒരു ധൃതിയില് അയാൾ വാഹനം ഇട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ കണ്ടു. ഈ സമയത്തെ സഹോദരൻ അജിൻ ഷാദിന്റെ ഫോൺ വന്നപ്പോൾ അയാൾ പെട്ടെന്ന് വാഹനം എടുത്തു. ഇയാളുടെ വാഹനം ഓടിച്ചു പോകുന്നതിന്റെ പിന്നില് ഒരു ഓട്ടോ ഡ്രൈവർ ബേബി അയാൾ അവിടെ വാഹനത്തിനടുത്ത് ഓട്ടോ ഇട്ടിട്ട് പത്രം വായിക്കുകയായിരുന്നു. ആ ജീപ്പ് പോകുന്നതിന്റെ പിന്നാലെ ഇയാൾ ഒരു യാത്രക്കാരനെ കൊണ്ട് അതിന്റെ പിന്നാലെ ഇയാളും യാത്ര ചെയ്തു. അപകടം ഒട്ടും നടക്കാൻ പാടില്ലാത്ത വിജനമായ റോഡില് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം. ഇയാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിനകത്ത് നാട്ടുകാര് ഒരർത്ഥം കൽപ്പിച്ചു. കാരണം ഈ വാഹനം ഒരു തരത്തിൽ അപകടം ഉണ്ടാകാതെ 2 വാഹനം സുഖമായിട്ട് കടന്നു പോകുന്നിടത്ത് മനഃപൂർവ്വം ആ ഓട്ടോയിൽ കൊണ്ടുപോയി ഇടിച്ചു കയറ്റുകയായിരുന്നു. പരിക്കുകളോടെ അദ്ദേഹത്തിനെ പെട്ടെന്ന് എല്ലാവരും ആശുപത്രിയിൽ കൊണ്ടുപോയി, എങ്കിലും അദ്ദേഹം മരണപ്പെട്ടു. ഈ സംഭവം ഇതിന് ദൃക്സാക്ഷിയായി. കാരണം സംശയം തോന്നിയത് ബേബി എന്ന ഓട്ടോ ഡ്രൈവർക്കാണ്. അപ്പം ഈ സഹോദരന്മാരായ അല്ലെങ്കിൽ മജ്ലിസ് ഹോട്ടലിന്റെ ആ ഓണറുടെ മക്കള് 2 പേരും ഈ കൂടോത്രത്തിൽ അവർ വിശ്വസിക്കുന്നു. അത് ഹോട്ടലിനെയും ബാധിക്കും, പിതാവിനെയും ബാധിക്കും, അപകടം മണക്കുന്നു എന്നാണ് അവർ കരുതിയത്. ഏതായാലും ആരോ കൂടോത്രം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് അവർ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. എസ്റ്റേറ്റ് പള്ളിക്ക് മുൻപിലാണ് അപകടം ഉണ്ടായത്. ഏറെ നേരമായി സുബിൻ ഷാദിന്റെ ജീപ്പ് എസ്റ്റേറ്റ് പള്ളിക്ക് അടുത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. സഹോദരന്റെ ഫോണ് കിട്ടുകയും ഇയാൾ വാഹനം എടുത്തുകൊണ്ട് ജീപ്പ് എടുത്തുകൊണ്ട് നേരെ പോയി ഓടി വരുന്ന ആ അബ്ദുൽ നവാസിന്റെ ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വൈത്തിരി പോലീസ് സ്റ്റേഷൻ ഡിസംബർ 1 ഇവര് ഒരു പരാതി നൽകിയിരുന്നു. മജ്ലിസ് ഹോട്ടലിന് മുമ്പിൽ ആരോ കൂടോത്രം കുടിച്ചിട്ടു എന്ന്. അബ്ദുൽ നവാസ് 41 വയസ്സുള്ള ആളാണ്, നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ അയാൾ തന്നെയാണ് എന്ന് ഇവരങ്ങ് വിശ്വസിച്ചു.
തങ്ങൾക്ക് അപകടം ഉണ്ടാകും, തങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെടും. അതുകൊണ്ട് കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ഇവർ അയാളെ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഇവരാരെയെങ്കിലും പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ, കൂടോത്രം ചെയ്തയാൾ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഏക്കും, അല്ലെ നിങ്ങൾക്ക് ആ കൂടോത്രത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും മരണം സംഭവിക്കാം. അങ്ങനെയെങ്കിൽ ആ ആളെ നിങ്ങൾ തന്നെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അയാളെ മനഃപൂർവ്വം കാത്തുനിന്ന് ജീപ്പ് എടുത്തുകൊണ്ട് വന്ന് ഒരു വിജനമായ അല്ലെങ്കിൽ ഒരു വാഹനം ഇല്ലാത്ത സ്ഥലത്ത് നല്ല വീതിയുള്ള റോഡിൽ വെച്ച് നേരെ പോയി ഇടിച്ചു കൊന്നത് ഇന്റൻഷൻ ക്ലിയർ ആണ്, കൊലപാതകം തന്നെ. ഒരു പയ്യന് 25 വയസ്സും മറ്റൊരു പയ്യന് 20 വയസ്സുമേ ഉള്ളൂ, പക്ഷെ കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അപകട സ്ഥലം അതിനു മുമ്പും ഇവരുടെ പ്രവർത്തികൾ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. നാട്ടുകാരുടെ മൊത്തമായ അഭിപ്രായം അനുസരിച്ചും അവരുടെ തെളിവുകൾ അനുസരിച്ചും CCTV ദൃശ്യത്തിൽ ഇയാൾ വാഹനം ഇട്ട് വെയിറ്റ് ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ടാണ് പോലീസ് വളരെ പെട്ടെന്ന് ഇതിലേക്ക് അന്വേഷണം നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി. ഒന്നാതെ അപകട സാധ്യത ഇല്ലാത്ത റോഡിൽ വെച്ച് അപകടം ഉണ്ടായി. വാഹന തിരക്കേയില്ല, മറ്റു വാഹനങ്ങളൊന്നും ഇതിലെ സൈഡിൽ കൂടെ ഓടുന്നില്ല. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഉള്ളൊരു ഡ്രൈവിങ്ങും അല്ല, നേരിട്ട് വന്നങ്ങ് ഇടിക്കുകയാണ്. ഓൾമോസ്റ്റ് വിജനമായ സ്ഥലത്ത് തന്നെ അപകടം ആസൂത്രണം ചെയ്തതാണെന്ന് യാതൊരു സംശയമില്ല. ചുണ്ടൽ എസ്റ്റേറ്റ് പള്ളിക്ക് സമീപം ജീപ്പിട്ട് ഈ സുമിൻ ഷാദ് വെയിറ്റ് ചെയ്യുന്നത് CCTV മാത്രമല്ല, അവിടെ ബേബി എന്ന ഡ്രൈവറും കണ്ടു, മറ്റു ചിലരും കണ്ടു. ഏതായാലും ഈ ഒരു സംഭവം ഒരാഴ്ച കഴിഞ്ഞെങ്കിലും പോലീസ് കൃത്യസ്ഥലത്ത് കൃത്യമായി അന്വേഷണമായിട്ട് മുന്നോട്ട് വന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പം കുറ്റം സമ്മതിച്ചു. ഇയാളാണെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇയാളാണെന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ അയാളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ഇയാൾ അവിടെ വെയിറ്റ് ചെയ്ത സ്ഥലത്ത്, ചേട്ടൻ വെയിറ്റ് ചെയ്ത സമയത്തും എങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ ഇയാൾ വരുന്ന അബ്ദുൾ നവാസ് വരുന്നുണ്ട് എന്നുള്ള വിവരം എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അത് അനിയനെ സുമിൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇതാ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഇയാളുടെ ജീപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് നിന്ന് ഫേസ് ടു ഫേസ് ഇടിക്കുകയായിരുന്നു. ഏതായാലും കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബം, അത് കൂടോത്രം ചെയ്യാനുള്ള മറ്റൊരാള്, ഏതായാലും പൊതുവെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അന്ധവിശ്വാസികളാണ് രണ്ടുപേരും ഇതിൽ നിന്ന് ക്ലിയർ ആണ്. അതാണ് മരണത്തിലേക്ക് പോകാൻ കാരണം. അടുത്ത കാലങ്ങളിൽ കേരളത്തിൽ ധാരാളം അന്ധവിശ്വാസ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൽ ആൾക്കാർ വിശ്വസിക്കുകയും അതുവരെ തൻ്റെ ശത്രു ആരാന്ന് കണ്ടെത്തി അവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാളികളെ ഇത്തരം വിദ്യാഭ്യാസം ഉള്ളവർക്ക് ആർക്കും ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ച് മർഡർ ചെയ്യുന്നതിന് യാതൊരു മടിയും കാണുന്നില്ല. തൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പല കേസും ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.